ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മംസ് ഡെയിലി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സ്പെഷ്യൽ ലൈം ജ്യൂസിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇതിൻ്റെ ഒരു കളറൊക്കെ കാണുമ്പോൾ ചിന്തിക്കും നിങ്ങളിത് ലൈം ജ്യൂസ് കൊണ്ടാണോ ഉണ്ടാക്കിയിരിക്കുന്നതെന്ന്, ലൈം കൊണ്ടാണോ എന്ന്. അതെ, നമ്മളിന്നത് ലൈം കൊണ്ടാണ്. എന്നാൽ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയിലും ഒരു കിടിലൻ ടേസ്റ്റിലുമാണ് നമ്മൾ ഈ ഒരു ജ്യൂസ് ഉണ്ടാക്കിയെടുക്കുന്നത്. നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ചെറുനാരങ്ങ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചെറുനാരങ്ങ ആദ്യം ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് മുറിച്ചെടുക്കണം. അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ ഒന്ന് മുറിച്ചെടുക്കുന്നുണ്ട്. അങ്ങനെ ഈ ഒരു ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടാണ് മുറിച്ചെടുത്തിരിക്കുന്നത്. ഇനി നിങ്ങൾക്ക് ഒത്തിരി ചെറുതാക്കി മുറിക്കൊന്നും വേണ്ട, കാരണം നമ്മളത് മിക്സിയിലൊന്ന് അടിച്ചെടുക്കുന്നുണ്ട്. അപ്പം തന്നെത്താനെ അത് നന്നായിട്ട് തന്നെ ഒന്ന് അടിഞ്ഞു വന്നോളും. അപ്പം ഇനി മിക്സിയുടെ ജാർ എടുക്കുക, അതിനകത്തോട്ട് ഈ 2 ചെറുനാരങ്ങ ചെറുതായിട്ട് അരിഞ്ഞത് ചേർക്കുക. ഇനി ഇതിനകത്തോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം, ഞാനിന്ന് ഇവിടെ 1/2 ലിറ്റർ വെള്ളം, അതായത് 2 ഗ്ലാസ് വെള്ളം കണക്കാക്കിയിട്ടാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ വെള്ളം ഒഴിച്ചു കൊടുക്കുക. അത് തണുക്കാത്തത് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഒരു നുള്ളു ഉപ്പ്, ആ മധുരമൊക്കെ നമ്മൾ പിന്നീട് മധുരം ചേർക്കുന്നുണ്ട്, അപ്പോൾ അതൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി നമുക്കിത് മിക്സിയിലൊന്ന് നന്നായിട്ട് തന്നെ അടിച്ചെടുത്ത് വരണം. അടിച്ചെടുക്കാന്ന് പറഞ്ഞ് ഏകദേശം ഒരു 1 മിനിറ്റ് സമയം എടുത്ത് അടിച്ചോട്ടോ, എങ്കിലാണ് ആ നീരൊക്കെ നന്നായി നമുക്ക് ഈ ഒരു വെള്ളത്തിൽ വരത്തുള്ളൂ. അപ്പം ഞാൻ 1 മിനിറ്റ് സമയം എടുത്തിട്ടൊന്ന് അടിച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് നന്നായി പതഞ്ഞൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമ്മളിതൊരു അരിപ്പയിൽ, ഒരു ജഗ്ഗിനകത്തോ അല്ലെങ്കിൽ ഒരു പാത്രത്തിനകത്തോ നമ്മളിതൊന്ന് അരിച്ചൊഴിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ അരിച്ചിട്ട് ഇതാണ് കേട്ടോ അതിൻ്റെ ഒരു മട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി അടുത്തത് നമുക്ക് മിക്സിയുടെ ജാറിനെ എടുക്കണം. അതിനകത്തോട്ട് നമ്മൾ അരിച്ചു വെച്ചിരിക്കുന്ന ഒരു നാരങ്ങയുടെയും വെള്ളത്തിൻ്റെയും ജ്യൂസ് ഉണ്ടല്ലോ, അത് വീണ്ടും നമ്മൾ ഈ മിക്സി ജാറിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഇതിനകത്തോട്ട് ചേർക്കുന്നത് ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് ആണ്. റൂ അഫ്സ എന്നാണ് ഇതിനെ പറയുക. റോസ് സിറപ്പിൻ്റെ ഒക്കെ നല്ല കട്ടിയുള്ള റോസ് സിറപ്പാണ് ഇതിൻ്റെ ഒരു ഫ്ലേവർ വരുന്നത്. അപ്പം നിങ്ങൾക്ക് റോസ് സിറപ്പ് ഉണ്ടെങ്കിൽ റോസ് സിറപ്പ് ചേർക്കാം, അല്ലെങ്കിൽ ഇതുപോലത്തെ റൂ അഫ്സ എന്നുള്ള പേരിൽ തന്നെ ഇപ്പോൾ കടകളിലും സൂപ്പർ മാർക്കറ്റിലൊക്കെ കിട്ടുന്നുണ്ട്. അത് ഏകദേശം ഒരു 2 ടേബിൾ സ്പൂൺ നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. പിന്നെ ഇതിനകത്തോട്ട് ഐസ്ക്രീമാണ് ചേർക്കുന്നത്. ഒത്തിരി ചേർക്കരുത്, 1 സ്കൂപ്പ് ഐസ്ക്രീം ചേർത്താൽ മതി. ഞാനിവിടെ വാനില ഐസ്ക്രീമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. വാനില ഐസ്ക്രീം തന്നെയാണ് നല്ലതും, ആ ഒരു ഫ്ലേവറാണ് നല്ലത്. പിന്നെ ചേർക്കുന്നത് ആവശ്യത്തിനുള്ള ക്രഷ്ഡ് ഐസാണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് ക്രഷ്ഡ് ഐസിന് ഇല്ലാന്നുണ്ടെങ്കിൽ അതിന് പകരം ഒരു 5 or 10 ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കുക. പിന്നെ നമുക്ക് മധുരം വേണമെങ്കിൽ ആവശ്യത്തിന് 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുക. ഒത്തിരി മധുരം ഈ ഒരു ഡ്രിങ്കിന് നല്ലതല്ല. നമുക്ക് ഐസ്ക്രീമിൻ്റെ ചെറിയൊരു മധുരം കാണും. ഇനി മിക്സിയിൽ വീണ്ടും നമുക്ക് 1 മിനിറ്റോളം ഒന്ന് നന്നായിട്ട് തന്നെ ഒന്ന് അടിച്ചെടുക്കണം. അപ്പോൾ ഇതിൻ്റെ കളറൊക്കെ മാറി വരും, നല്ലൊരു പിങ്കിഷ് കളറായിട്ട് കിട്ടും കേട്ടോ. അങ്ങനെ നോക്കിക്കാൻ നന്നായി പതഞ്ഞ് വന്നിട്ട് ആ ഐസ്ക്രീമും ഈ റൂഅഫ്സയൊക്കെ കൂടെ ചേർന്ന് കഴിയുമ്പോഴത്തേക്കും നന്നായിട്ട് ഇങ്ങനെ ഒരു ക്ലൗഡ്, എന്താ പറയുക, മേഘം പോലത്തെ കുറേ സാധനങ്ങളൊക്കെ നമുക്ക് കിട്ടും. അത് ഞാൻ ലാസ്റ്റ് കാണിക്കാം എന്താണെന്നുള്ളത്. അപ്പോൾ ഇനി നമുക്കിതൊരു സെർവിങ് ഗ്ലാസ്സിനകത്തോട്ടൊന്ന് മാറ്റി ഒഴിക്കുക എന്നുള്ളതാണ്. പിന്നെ ഇതിനകത്തൊരു പ്രത്യേക കാര്യം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്ക് ഐസ്ക്രീം ചേർക്കുമ്പോൾ ഒത്തിരി അങ്ങ് ചേർക്കരുത്. അങ്ങനെ ചേർത്ത് കഴിഞ്ഞാൽ ഇത് ശരിക്കും ഒരു ഷെയ്ക്കൊക്കെ കുടിക്കുന്ന ഒരു ടേസ്റ്റായി പോകും. നമുക്ക് അങ്ങനത്തെ ഒരു ടേസ്റ്റ് അല്ല വേണ്ടത്, നമുക്ക് നല്ലൊരു റിഫ്രഷ്മെൻ്റ് ആയിട്ടാണ് വേണ്ടത്. അപ്പം കുറച്ച് ഐസ്ക്രീം ചേർക്കുമ്പോൾ അതിന് വളരെയധികം ഒരു ടേസ്റ്റ് ഉണ്ട്, പക്ഷെ കൂടുതൽ ചേർത്താൽ അത് ഷെയ്ക്കായിട്ട് മാറും. അപ്പോൾ ഇനി ചെയ്യാനുള്ളത്, നമുക്ക് മിക്സി ജാറിനകത്തോട്ട് നമ്മളൊന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഇങ്ങനെ ഇതുപോലെ നമുക്ക് നല്ല പതഞ്ഞ് കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ അതൊരു സ്പൂൺ വെച്ചിട്ട് നമുക്ക് ഈ ഒരു സെർവ് ചെയ്യുന്ന ഗ്ലാസിൻ്റെ മേലെ നമുക്കിതൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. അതുപോലെ കാണാനൊരു ഭംഗിക്കൊക്കെ വേണ്ടിയിട്ട് ഞാൻ പുതിനയില ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്, ജസ്റ്റ് അതിൻ്റെ മുകളിൽ മാത്രം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു റിഫ്രഷ്മെൻറ്റ് ഡ്രിങ്കാണ്. എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. നമ്മളിതൊക്കെ ഒരു വിരുന്നാർക്കൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർ ഇതിൻ്റെ ഒരു റെസിപ്പി നിങ്ങളോട് ചോദിക്കും, അത്രയും രുചിയാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാം. എന്നിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അതുപോലെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം. അൻറ്റിൽ ദെൻ ബൈ.